ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ പുലർച്ചെ 7 മണിയൊക്കത്തോട് നമ്മൾ കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞു. അപ്പോൾ കെട്ടെല്ലാം നിറച്ച് അതിന് ശേഷം നമ്മൾ ശബരിമല യാത്രയിലോട്ട് സ്റ്റാർട്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ പോയ പോലെ ബസ്സിലല്ല പോയത്. ഇപ്രാവശ്യം നമ്മുടെ കാറിൽ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് പോകാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ശബരിമല യാത്രയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ശബരിമല യാത്ര തുടർന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. നല്ല രീതിക്ക് നമുക്ക് പാട്ടൊക്കെ വെച്ച് എൻജോയ്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റി. ശബരിമലയ്ക്ക് നമ്മളത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് എരുമേലിക്കാണ്. എരുമേലി താനാണ് ഇപ്പോൾ പോകുന്നത്. എരുമേലിയിൽ ചെന്ന് നമ്മൾ വാപരി പള്ളി കയറി അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് കയറിയ ശേഷമാണ് നമ്മുടെ ശബരിമലയ്ക്ക് പോവുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല വൈകിലായിരുന്നു. നമ്മളത് എങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശബരിമല യാത്ര എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ്. നമ്മുടെ അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള യാത്ര അത് മനോഹരം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രം ദർശിച്ചതിന് ശേഷം നമ്മളവിടെ പോയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ എരുമേലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എരുമേലി ഏകദേശം എത്താറായി. അപ്പോൾ എരുമേലിയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ യാത്ര തുടങ്ങിയത്. അങ്ങനെ എരുമേലി എത്തി. എരുമേലിയിലാണ് നമ്മുടെ വാപരി പള്ളിയും അതുപോലെ ക്ഷേത്രവും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടേക്കൊന്ന് കയറി. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുന്നവരെല്ലാം പേട്ട തുള്ളേണ്ടതാണ്. പേട്ട തുള്ളി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേട്ട തുള്ളുന്ന കുറേ ആൾക്കാരാണ്. പേട്ട തുള്ളിയ ശേഷം നേരെ നമ്മൾ വാപരി പള്ളിയിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണം. ഈ തമിഴ്നാട്ടുകാരും അതുപോലെ കർണാടകക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും പേട്ട നല്ല രീതിക്ക് തുള്ളുന്നത്. മലയാളികൾ അങ്ങനെ തുള്ളുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കുറച്ചേ തുള്ളാറുള്ളൂ. ഇതായി കാണുന്നതാണ് നമ്മുടെ വാവര് പള്ളി.
അതാവുന്നില്ലെന്ന് ഫെയിലാവുന്നു. ഞാനെന്ത് ചെയ്യാനാണ്? തുള്ളതൊക്കെ വീഡിയോ എടുക്കട്ടെ. അയ്യപ്പന്മാരുടെ കുട്ടികളായി അമ്പലം ഇത് എരുമേലിയിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളാണ്. അവിടെയും നമ്മൾ കയറണം. അവിടെയും പ്രാർത്ഥിച്ച ശേഷം വേണം പോകാനായിട്ട്. വീടെടുത്ത പാക്കുണ്ടെങ്കിൽ ഇറങ്ങാൻ കൂടി
ഇനി നമ്മൾ പോകാൻ പോകുന്നത് നിലയ്ക്കലോട്ടാണ്. ഇനി നേരെ നിലയ്ക്കലോട്ടാണ്. നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്തൊക്കെ. അത്യാവശ്യം ക്ലൈമറ്റൊക്കെ എരുമേലിയിൽ നിന്നും ഫുള്ളും ക്ലൈമറ്റ് മാറി. നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. എന്താ വെച്ചാൽ ഓരോ സൈറ്റിൽ നിന്ന് പല പല സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട് വണ്ടികൾക്ക് നിയന്ത്രണം പോലുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയുള്ളതെല്ലാം വഴികളെല്ലാം കഠിനമായ വഴികളാണ്. വളവുകളും തിരിവുകളും അത് ഭയങ്കരവും കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാൻ മഴയുള്ളപ്പോൾ. ഇനി നമ്മൾ നേരെ നിലയ്ക്കലോട്ടാണ് പോകാൻ പോകുന്നത്.
അങ്ങനെയൊക്കെ നമ്മൾ നിലക്കലെത്തി. ഇതാണ് നമ്മുടെ നിലക്കൽ. നിലക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നിലക്കലിൽ നിന്ന് കൺട്രോളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ മലയാളികൾ, കേരളത്തിലുള്ള വണ്ടിക്കാർ, അതുപോലെ മലയാളികൾ മാത്രമാണ് പമ്പ കരിക്കും വിടുന്നത്. തമിഴ്നാട്ടുകാരെ ഇവിടുന്ന് നിലക്കലിൽ തിരിച്ചു വിടും. ഈ വഴി മുകളിലോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് നമ്മുടെ മുകളിലൊരു സ്റ്റാൻഡുണ്ട് തമിഴ്നാട്ടുകാരുടെ, ആ സ്റ്റാൻഡിലോട്ട് തമിഴ്നാട്ടുകാരനെ തിരിച്ചു വിടും. ഇവിടെ നിന്ന് ഇവർക്ക് ബസ് പിടിച്ചിട്ട് പിന്നെ പമ്പ വരെ പോകേണ്ടി വരും. പമ്പയ്ക്ക് ഇവിടെ വീണ്ടും ഉണ്ട് യാത്ര. നമ്മൾ തമിഴ്നാട്ടുകാർ ഇവിടുന്ന് റൈറ്റിലോട്ട് കയറി പോകണം. നമുക്ക് നേരെ ഇവിടുന്ന് പാസ് എടുത്ത ശേഷം നമുക്ക് പാസ് തരും. ഈ പായത്തിന് ശേഷം പാസ് എടുത്ത ശേഷം നമുക്ക് നേരെ പമ്പ വരെ യാത്ര ചെയ്യാവുന്നതാണ്. പമ്പയിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത ശേഷം അവിടെ നമ്മൾ വീണ്ടും പമ്പയിൽ കുളിച്ച ശേഷം മല കയറാൻ പറ്റും. നമുക്ക് പമ്പ വരെ അവൈലബിൾ ആണ് പോകാനായിട്ട്. പക്ഷേ തമിഴ്നാട്ടുകാർക്കും വേറെ സ്റ്റേറ്റുകൾക്കൊന്നും ഇവിടെ നിലക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലക്കലിൽ നിന്ന് വിലക്കാണ്. അങ്ങനെ നമ്മൾ നിലക്കലിൽ നിന്ന് പാസ്സൊക്കെ എടുത്ത ശേഷം നമ്മളിപ്പോൾ പമ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ ഫുള്ള് നല്ല മഴയും നല്ല തണുപ്പുമാണ്.
എത്തി. ഈ കാണുന്നതാണ് പമ്പ നദി. പമ്പയിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പമ്പ എന്ന് പറയുന്നതിന് പുണ്യ നദിയാണ്. അവിടെ കുളിച്ച് കഴിഞ്ഞാൽ സകല പാവങ്ങളും കഴുകി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പമ്പയിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനുശേഷം നമ്മൾ മല കയറാൻ ആരംഭിക്കുന്നത്. നദിയിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. മഴയും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തു. പമ്പയിൽ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആധാർ കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് വെർച്വൽ ബുക്കിംഗ് ഒക്കെ നമ്മളെ ചെക്ക് ചെയ്യും. ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ പമ്പയിൽ നിന്ന് കയറ്റി വിട്ടു. ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു, എന്നാലും കുറവായിരുന്നു. അപ്പോൾ നമ്മളിത് നമ്മുടെ മലയിലോട്ടുള്ള ആദ്യം മലകയറ്റം തുടങ്ങി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കണം. വഴിയരികത്ത് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടാവും കേട്ടോ. വെള്ളത്തിനായിട്ടും അതുപോലെ ജ്യൂസ് തരാനും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്കധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാ വളവുകളിലും എമർജൻസി വാർഡുകളും ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി, അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഉണ്ട്. നമ്മളിതിലെ നീലിമലയെത്തി. അത് കുഴപ്പമില്ല. ഇനിയും നമുക്ക് നടന്ന് പോകാനുണ്ട്. പിന്നെ ഗവൺമെൻറ് നമുക്ക് കുറേ ബിസ്ക്കറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. വെള്ളവും ബിസ്ക്കറ്റൊക്കെ നമുക്ക് തരുന്നു. അത് ഗവൺമെൻറ്. ബാക്കിയെല്ലാം നമ്മൾ കടകളുടെ സാധനങ്ങളൊക്കെ മേടിക്കണം. ഫുഡ് കഴിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇടയിൽ വെച്ച് നല്ല മഴ കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു വിധമായിട്ടുണ്ട്. എന്നാലും നമ്മൾ ക്ഷീണിച്ചില്ല. മഴ കൊണ്ടും നമ്മൾ വീണ്ടും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ്. നീ അന്വേഷിക്കുന്ന ഭഗവാൻ നീ തന്നെയാണ്. ജാതിയും പദവും പറക്കുന്ന ആത്മീയ സംഗമ ഭൂമി ശബരിമല സന്നിധാനം. അന്ധതയുടെയും അന്ധകാരത്തിന്റെയും ഇടയിൽ നിന്ന് മാനവരാശിയെ പുത്തൻ ഉണർവേറ്റി നയിക്കുന്ന ആത്മീയ സംഗമ ഭൂമി ശബരിമല. ജീവിതമാകുന്ന ദുഃഖഭാരത്താൽ ഇതാണ് അപ്പാച്ചി വീട്. ഇവിടെ ഭക്തന്മാർ ഏപ്പന്മാർ ഉണ്ട വഴിപാട് നടത്തുന്നതാണ്. ഉണ്ട വഴിപാട് കാണിച്ചു കൊടുക്കണ്ടേ? അയ്യപ്പോ എങ്കട്ടം
നടപ്പന്തലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പിടിച്ചോ എടുത്തോണ്ടിരിക്കുന്നു. കുറേ നടക്കാൻ നല്ല മഴയായി അല്ലേ? അങ്ങനെ ഇതേ നമ്മൾ 18-ാം പടി കയറി കേട്ടോ. അങ്ങനെ 18-ാം പടി എത്തി. 18-ാം പടി എത്തിയത് മാത്രമല്ല, അവിടെ തന്നെ നമുക്ക് നിൽക്കേണ്ടിയും വന്നു. നല്ല മഴ, പെരും മഴ. നമ്മൾ പെരും മഴ കൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് നമ്മുടെ അയ്യപ്പനെ കാണാൻ വേണ്ടി നമ്മൾ മഴയത്തും വെയിലത്തും നമ്മൾ അങ്ങനെ നമ്മൾ അയ്യപ്പനെ കണ്ടു. നല്ലൊരു ദർശനമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു ദർശനം തന്നെ കിട്ടി. അടുത്ത് തന്നെ കാണാൻ പറ്റി. ഇതേ നമ്മുടെ സന്നിധാനം. നല്ല മഴ കപ്പളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞ ശേഷം നമുക്ക് ഹരിവരാസനം 10:30 ഹരിവരാസനം പാടിയ ശേഷമാണ് നമ്മുടെ അയ്യപ്പൻ ഉറങ്ങുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം അവിടെ നമ്മൾ കിടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഭക്തന്മാർ അത്യാവശ്യം എല്ലാ സ്വാമിമാരും കിടക്കുവാണ്. നമ്മളെല്ലാം അവിടെ റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ നമ്മൾ വഴിപാടുകൾ ചെയ്ത ശേഷമാണ് തിരിക്കുക.
മൂന്ന് നേരം അഞ്ചനാഥൻ രാവിലെ 6:30 മുതൽ 11 മണി വരെയും 12 മുതൽ 3 വരെയും വൈകിട്ട് 4:30 മുതൽ 11:30 വരെയും സ്വാമിയെ എൺപത് കഴിയുന്നവർക്ക് മാളികപ്പുറം അഞ്ചനാട് മണ്ഡലത്തിൽ നിന്ന് അഞ്ചനാട് വെച്ചാവുന്ന സ്വാമി ക്ഷേത്രം സ്വാമി ഭക്തൻ തേങ്ങ ആരും കൊടുക്കുന്നേ. അങ്ങനെ നമ്മളിത് മല ഇറങ്ങിത്തുടങ്ങി. അപ്പോൾ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം ശബരിമലയ്ക്ക് വന്ന ശേഷം നമ്മൾ രാവിലെ നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മല ഇറങ്ങിത്തുടങ്ങി. മല ഇറങ്ങുമ്പോൾ ഒത്തിരി സിംഹവാലം കുരങ്ങുകളൊക്കെ അവിടെയുണ്ട്. ഇനി ഇതുപോലെ കയറി വന്ന പോലെ തന്നെ നമ്മൾ ഇറങ്ങുന്നത് വേറെ വഴി കൂടിയാണ്, കുറേ ഇറങ്ങാനും ഉണ്ട്. ഇതാരാ ഇവന് അത്രയ്ക്ക് അങ്ങ് വരില്ല. కనపట్లేదు అయిపోయిందా బొత్తిగా వస్తున్నా
ചങ്ങനാശ്ശേരി അടുത്തോട്ടെത്തുമ്പോൾ നല്ല മഴ. അവിടെ മുതൽ ആലപ്പുഴ വരെയും നല്ല മഴ തന്നെയായിരുന്നു. പെരും മഴയായിരുന്നു വരാൻ നേരത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ ശബരിമല യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഇപ്രാവശ്യം. നല്ല രീതിയിൽ ദർശനം കാണാൻ പറ്റി. ഇപ്രാവശ്യം നല്ലൊരു ദർശനം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിത് വീട്ടിലെത്താറാവുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്, ശുഭം.